ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ വിഷു ഒക്കെ എത്താറായി, ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജ്വല്ലറി ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വിഷു സ്പെഷ്യലായിട്ട്. ഇനി നമുക്കൊരു ഹെയർ ബോ നോക്കാം. ഇന്ന് വിഷുവിന് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു ഹെയർ ബോയ് ആണ്. അപ്പോൾ അതിന് ഇതുപോലെ ഒരു യെല്ലോ സാറ്റിൻ കവർ ചെയ്ത ബോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജാസ്മിൻ ബഡ്സ്, പിന്നെ ഇത് യെല്ലോ കളർ ഒരു ഫ്ലവറാണ്. പിന്നെ വേണ്ടത് ലേസാണ് കേട്ടോ, നമ്മുടെ ഫ്ലവർ ലേസാണ്, ചെറുതാണ് കേട്ടോ അത്. പിന്നെ വേണ്ടത് ഫെൽറ്റ് ഷീറ്റ്. അപ്പോൾ ഞാനിതിവിടെ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. യെല്ലോ ഉണ്ടെങ്കിൽ യെല്ലോ എടുക്കാം. ഇനി നമുക്ക് ഈ ഓരോ ഫ്ലവറിനെയും ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലവർ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കണം. കാരണം നമ്മളിങ്ങനെ ഫ്ലവർ കട്ട് ചെയ്യുമ്പോൾ ആ ലേസിൻ്റെ ത്രെഡൊക്കെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക അതിൻ്റെ സൈഡൊക്കെ. അപ്പോൾ എത്ര ഫ്ലവർ വേണോ അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഒരു 2 ഫ്ലവർ വെച്ചിട്ടാണ് ഒരെണ്ണം ചെയ്യുന്നത്. ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 ഫ്ലവർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ഒരു ഫ്ലവറുമ്പോൾ ജസ്റ്റ് B7000 ഗ്ലൂ വയ്ക്കുക, അത് അടുത്ത ഫ്ലവർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഞാൻ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. 2 പെറ്റൽസ് ഒട്ടിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. വേഗം ഉണങ്ങി കിട്ടും. പിന്നെ നമ്മൾ ജാസ്മിൻ ബഡ്സ് ഒക്കെ ഒട്ടിക്കുന്നതിന് മുമ്പ് ഈ ഫ്ലവർ ഒന്ന് സെറ്റാക്കി വെക്കുക ഉണങ്ങാനായിട്ട്. അപ്പോൾ നമ്മളത് ഒട്ടിച്ച് വരുമ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ സമയത്ത് തന്നെ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ സ്റ്റോൺ ഒട്ടിക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോഴാണ് സ്റ്റോണും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടും തോന്നിയത്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റിലാണ് ഒട്ടിച്ചത്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ തന്നെ ഒട്ടിച്ച് വെക്കാം. ഇനി നമുക്ക് ഫെൽറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 2 പീസ് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഒരെണ്ണം അടിയിൽ വെക്കാനും പിന്നെ ഫ്ലവറൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനും. അപ്പോൾ അത് സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ലെങ്ത്ത് വേണോ അതുപോലെ 2 എണ്ണം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ അടിയിലും വയ്ക്കാം മുകളിലും വയ്ക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്ലവർ ഒട്ടിക്കുന്നതൊന്നും വിട്ടുപോയില്ല. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ അടിയിൽ കൊടുക്കാം. അപ്പോൾ അടിയിൽ നമുക്ക് ജസ്റ്റ് ബോർഡ് അടിയിൽ മാത്രം ഗ്ലൂ വെച്ചാൽ മതിയായിരുന്നു. ഞാൻ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ മുകളിൽ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ട് അതുമ്പോൾ തന്നെ ഫ്ലവർ ഒട്ടിക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട, കാരണം അത് ഉണങ്ങിയെടുക്കാൻ ഇത്തിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ അത് ആ സമയം കൊണ്ട് ഫ്ലവർ ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ അത് ഹെയർ ബാൻഡ് ഒട്ടിക്ക് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്ലവറൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ പീസിൽ നമുക്ക് ആദ്യം ഒരു ബെഞ്ച് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കിലെ കമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ഫ്ലവർ ഒന്ന് ഒതുക്കി പിടിച്ചിട്ട് നമുക്ക് ആ ഫ്ലവർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു യെല്ലോ ഫ്ലവറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓരോ ജാസ്മിൻ ബഡ്സ് ഇങ്ങനെ ചെരിച്ചൊട്ടിച്ച് കൊടുക്കാം 2 സൈഡിൽ നിന്നും. അപ്പോൾ ഇനി നമുക്ക് ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ജാസ്മിൻ ബഡ്സ് വേണമെങ്കിൽ നമ്മുടെ ആ തണ്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് ഫ്ലവർ മാത്രമായിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ ഇതേപോലെ അതടക്കം ഇതേപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരു 4 ഫ്ലവർ ഒട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഫസ്റ്റിൽ നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ബഞ്ച് ഫ്ലവർ വേണമെങ്കിൽ അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു ഫ്ലവറൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാം. ഇനി ഞാൻ ആദ്യം ഇത് എത്ര മാത്രം ഞാൻ വിചാരിച്ചു പോയത്. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു ഭംഗി വരണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഗ്രീനും കൂടി വരണം. അപ്പോൾ അതിന് ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ പോളൻസിൻ്റെ ഓരോ പീസ് കട്ട് ചെയ്ത് അതും കൂടി ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ടോ, 4 ഫ്ലവർ ഒട്ടിച്ചതിന് ശേഷം നമ്മളൊരു ഫ്ലവർ ലേസ് ഒട്ടിച്ച് കൊടുത്തു. ഇനി വീണ്ടും ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം ഫ്ലവർ ഒട്ടിക്കുക, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ ലാസ്റ്റിലാണ് നമ്മൾ ബെഞ്ച് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇടയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ഒരേ രീതിയിൽ വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ B7000 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. പെട്ടെന്ന് ഒട്ടി കിട്ടും. പക്ഷേ അടർന്ന് പോകാനൊരു ചാൻസ് കൂടുതലാണ് ഗ്ലൂ ഗണ്ണിന്. അതുകൊണ്ടാണ് ഞാൻ അധികം ഗ്ലൂ ഗൺ യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇതുമൊക്കെ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചാൽ പെട്ടെന്ന് നമുക്കത് ഒട്ടിക്കാൻ പറ്റും. കാരണം ഒട്ടി വേഗം കിട്ടും നമുക്ക്. ഇത് കുറച്ച് ടൈം എടുക്കുമെങ്കിലും ലാസ്റ്റിങ് നമുക്ക് B7000 തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലർക്കും പലത് അഭിപ്രായമായിരിക്കും. ചിലർക്ക് ഗ്ലൂ ഗണ്ണായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നുക. പക്ഷെ ഞാൻ B7000 ആണ് അധികം യൂസ് ചെയ്യാറ്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാറുണ്ട്. ചില കേസുകളിൽ നമുക്ക് ഗ്ലൂ ഗൺ തന്നെ ഒട്ടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഗ്ലൂ ഗണ്ണ് എടുക്കും. ചിലപ്പോൾ ബഡ്സിൻ്റെ തണ്ട് കുറച്ച് നീളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒതുക്കി ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവറെല്ലാം ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്ക് ബെഞ്ച് ഫ്ലവറും കൂടി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് സെറ്റാക്കി പോകണം. അതുപോലെ 2 സൈഡും ഒരേപോലെ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പോകണം. ഇനി നമുക്ക് ലാസ്റ്റിൽ ബെഞ്ച് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ ഫസ്റ്റിൽ ഒട്ടിച്ച പോലെ തന്നെ ഒന്ന് ഒതുക്കി പിടിച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്റ്റോണും കൂടി ഒട്ടിച്ചിട്ടാണ് ഹെയർ ബാൻഡിലേക്ക് ഫിക്സ് ചെയ്യണത്. പക്ഷെ അത് അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾ ഹെയർ ബാൻഡിലേക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം സ്റ്റോണും അതുപോലെ തന്നെ പോളൻസും ഒട്ടിച്ച് കൊടുത്താൽ മതി. കാരണം ഇല്ലെങ്കിൽ നമ്മളിത് അതുവഴിക്ക് ഒട്ടിക്കുമ്പോൾ നമ്മുടെ സ്റ്റോണൊക്കെ നമ്മുടെ കൈമ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോരും.
ഞാനത് ഫസ്റ്റിൽ തന്നെ ഒട്ടിച്ച് പോയി. പിന്നെയാണ് ആലോചിച്ചത് അങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന്. പോളൻസ് അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഹെയർ ബാൻഡിലേക്ക് കൊടുത്തിട്ടത് ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് പോളൻസും കൂടി വെച്ചാലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്ന്. ഞാൻ പോളൻസ് ആദ്യം കാണിക്കാഞ്ഞത് അതുകൊണ്ടാണ്. നമ്മളിതിനെടുത്ത മെറ്റീരിയൽ കാണിച്ചപ്പോൾ പോളൻസ് കാണിക്കാഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ പോളൻസ് ഒട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിങ്ങനെ കഴിഞ്ഞപ്പോൾ ഇടയിലൊരു ഗ്യാപ്പൊക്കെ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോളൻസ് വെച്ചത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും, ഗ്രീൻ പോളൻസ് വെച്ചാണ്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കി. നിങ്ങളുടെ കയ്യിൽ പോളൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വെക്കണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ബഡ്സ് ഒട്ടിക്കുമ്പോൾ ഒന്ന് അടുപ്പിച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതാ നമുക്കിതിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹെയർ ബാൻഡിൽ നമ്മൾ ആദ്യം ഒട്ടിച്ച് കൊടുത്തിരിക്കുന്ന ഫെൽറ്റ് ഷീറ്റിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ പിന്നെ വിട്ടു പോരില്ല. നന്നായിട്ട് ഡ്രൈ ആയി ഉണങ്ങിക്കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ആ ഒരു പീസും കൂടി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണം പിന്നെ ഹെയർ ബാൻഡിൽ നിന്ന് അങ്ങനെ വിട്ടു പോരില്ല. കുട്ടികളൊക്കെയാണ് യൂസ് ചെയ്യാലോ. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ നമ്മൾ സെക്യൂറാക്കി കൊടുത്തില്ലെങ്കിൽ 2 യൂസിൽ അത് വിട്ട് അതൊക്കെ 3 പീസായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയൊക്കെ തന്നെ ചെയ്ത് കൊടുക്കുക. ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഫ്ലവറിൻ്റെയൊക്കെ ഇടയിൽ ഒരു ഗ്യാപ്പ് കുറച്ചും കൂടി ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോളൻസ് വെച്ചൊന്ന് അത് സെറ്റാക്കി കൊടുത്തത്. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് അത് ശരിക്കും ഒട്ടി കിട്ടുള്ളൂ. അതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക ബാക്ക് സൈഡൊക്കെ. ഇനി നമുക്ക് പോളൻസ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ മറന്നുപോയി എന്ന് വിചാരിച്ച് ആരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പോളൻസ് എടുത്ത് ഇതുപോലെ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക, ഗ്യാപ്പിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹെയർ ആക്സസറീസ് മാത്രമല്ല ജ്വല്ലറി മേക്കിങ്ങും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിഷു സ്പെഷ്യലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് കുറച്ച് നാൾ മുമ്പൊക്കെ നമ്മൾ ഓണം സീരീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ജ്വല്ലറിയുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് പല മോഡൽ ഇൻവിസിബിൾ ചെയിനുകൾ, പാലക്കയുടെയൊക്കെ പല മോഡലുകൾ ചെയ്തിട്ടുണ്ട്, വെറൈറ്റി മോഡലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഇഷ്ടമായാലും കമൻറ്റിൽ വന്ന് പറയാം, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തെങ്കിലും ചേഞ്ചസൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പറയാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലുകൾ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോസിലൂടെ അത് കാണിച്ചു തരാം. അപ്പോൾ അതാ കണ്ടോ, ഗ്രീനും കൂടി വന്നപ്പോഴാണ് നമ്മുടെ ഹെയർ ബാൻഡിന് കുറച്ചും കൂടി ഒരു ഭംഗിയായത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായെന്ന് പറയൂ കേട്ടോ. ഗ്രീൻ വെച്ചതാണോ അല്ലാത്തതാണോ എന്ന് കമൻറ്റിൽ വന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബോയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.